ഫ്രണ്ട്സ്, ഞാൻ ബ്ലസ്സി സാജു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഡേ ലില്ലി, ഓറഞ്ച് ലില്ലി, ടൈഗർ ലില്ലി ഇത്രയേ ഉള്ളൂ എന്നാണ് എനിക്കറിയുന്നത്. ഇതിനകത്ത് ഒത്തിരി പേരുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ടിപ്സ് കാണാം. കണ്ടോ ഫ്രണ്ട്സ്, ഇത് ഡേ ലില്ലി, ഓറഞ്ച് ലില്ലി, പിന്നെ നമ്മുടെ ടൈഗർ ലില്ലി. ടൈഗർ ലില്ലി എന്ന് പറഞ്ഞാൽ അറിയാം, ഇതിൻ്റെ ഷെയ്ഡിൻ്റെ കാരണമാണ് ഇത് ടൈഗർ ലില്ലി എന്ന് പറയുന്നത്. അപ്പം ഇത് എന്തെടുക്കും, ഒരു പ്ലാന്റിൽ ഒരു സൈഡിൽ നിന്ന് ഒരു സ്റ്റിക്ക് ഇങ്ങനെ നീണ്ട വരും. അതിനകത്ത് ഒത്തിരി ബഡ്സ് വരും. പിന്നെ ഒരു ദിവസം ഒരു പൂ കിളിക്കും. ഡേ ലില്ലി മീൻസ് ഇത് രാവിലെ ഒരു പൂ കിളിച്ചാൽ സൺലൈറ്റ് കിട്ടി ഒരു പൂ കിളിച്ചാൽ വൈകിട്ട് താനെ ചാടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് പേര് ഡേ ലില്ലി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പെർമനൻറ്റ് പ്ലാന്റ്. ഇത് നമുക്ക് പൂവെല്ലാം തീർന്നു കഴിഞ്ഞ് ഒരു സൈഡിൽ വെച്ചാൽ മതി. ഇത് തന്നെത്താനെ സമ്മറിൻ്റെ ലാസ്റ്റ് മന്തിൽ ഇത് തന്നെ കിളിച്ചിട്ട് വരും. കൂടുതൽ ഫെർട്ടിലൈസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, വെള്ളം ഒഴിച്ചാൽ മതി. ഫെർട്ടിലൈസ് നമ്മൾ എന്തിനാണ് ഇടുന്നത്, ഇതിൻ്റെ പൂ ഇച്ചിരി സൈസ് വലുത് കാണും. എൻ്റെ പൂവിൻ്റെ പാറ്റേൺസ് നല്ല പാറ്റേൺസ് ഉള്ള പൂവാണ്. ഇത് സിംഗിൾ പാറ്റേണുള്ള പൂവും ഇതിനകത്ത് കാണും. നല്ല രസമാണ്, കണ്ടാൽ നല്ല ഭംഗിയുള്ള പൂവാണ്. ഇത് നമ്മുടെ ബട്ടർഫ്ലൈയും ബീയും എല്ലാത്തിനും ഇത് അട്രാക്റ്റ് ചെയ്യും. നല്ലൊരു പ്ലാന്റാണ്. പക്ഷേ ഇത് നമ്മുടെ പെറ്റ്സില്ലോ, നമ്മുടെ പൂച്ച, ക്യാറ്റ്, അതിനെ ഇച്ചിരി സൂക്ഷിക്കണം. അതിൻ്റെ ഇത് ഇല കടിച്ചാൽ പൂ കടിച്ചാൽ വിഷമാണെന്ന് പറയും, ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ പിച്ചാത്തി ഇല്ലയോ, അതുപോലത്തെ നല്ല ഇത് സൈഡിൽ നിന്ന് ഇതുണ്ട്, എന്തോ ധാരമുണ്ട്. അതുകൊണ്ട് അതുപോലത്തെ ഭംഗിയുണ്ട്, നല്ല രസം. ഇതിനകത്ത് നല്ല വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ നല്ല പൂ ഇത് കിളിക്കത്തുള്ളൂ. പിന്നെ ഇത് നല്ല വെയിൽ വേണം. വെയിലത്ത് വെച്ചിട്ടേ ഇത് കിളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് നല്ലതായിട്ട് പൂവൊന്നും വരത്തില്ല. ഇങ്ങനെ ഇതുപോലത്തെ നിങ്ങൾക്ക് പ്ലാന്റ്സ് ലീഫ് എല്ലാം ഇറങ്ങത്തേ ഉള്ളൂ. ഇതിൻ്റെ പിന്നെ ഇതിന് ഈ അഴുക്കായല്ല ഇത് മാറ്റി കൊടുക്കണം, അത്യാവശ്യമാണ്. ഇത് മാറ്റി കൊടുത്തില്ലെങ്കിൽ അതിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത് എത്ര മാറ്റി കൊടുത്താൽ അത്ര നല്ലതാണ്. പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതിനകത്ത് താഴെ ബൾബ് കാണും. ആ ബൾബ് വെച്ച് ഇങ്ങനെ വേറെ ഷൂട്ടിങ്ങിന് ഇറക്കിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇത് വരും, നമുക്ക് സീഡ്സ് വരും. പക്ഷേ എല്ലാത്തിനും അങ്ങനെ സീഡ്സ് വരത്തില്ല. അപ്പം ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ ബൾബ്സിലെടുത്ത് മാറ്റി നിങ്ങൾ നല്ലതായിട്ട് ഇത് മാറ്റി വെച്ചാൽ ഒത്തിരി നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടും. അങ്ങനെ ഇത് നല്ല രസമുള്ള പ്ലാന്റ്സാണ് നമ്മുടെ സമ്മറിൽ. താങ്ക് യു സോ മച്ച്.